പ്രിയപ്പെട്ടവരെ, OCIക്കാരെ അത്തരത്തിലുള്ള കർത്തൃദാസന്മാരെ കേരളത്തിലെങ്ങും പ്രസംഗിപ്പിക്കരുത് എന്ന വാശിയോടുകൂടി നമ്മുടെ IPCയുടെ നേതാവ് ഒരു വ്യക്തിയെയും കൊണ്ട് ഒരു ദൈവദാസനെതിരെ പരാതി കൊടുത്തത് നമുക്കറിയാം. ആ പരാതി കൊടുത്തു. എന്നാൽ തലനാരിഴയ്ക്ക് അദ്ദേഹം അക്കാര്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു വരികയുണ്ടായി. അതായത് OCIക്കാരെ ഈ പ്രസംഗത്തിൽ അടുപ്പിക്കാതിരിക്കാൻ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച്, അദ്ദേഹത്തോടൊപ്പം ഭാരവാഹിയായിരുന്ന ബഹുമാന്യ കർത്തൃദാസനെ കേന്ദ്രീകരിച്ച് അത്തരത്തിൽ പരാതി കൊടുപ്പിക്കുകയും ആ നിലയിൽ ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള പരിശ്രമങ്ങൾ, അല്ലെങ്കിൽ പ്രസംഗിപ്പിക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തി. ഒടുവിൽ എന്തായി? ബൂമറാങ് പോലെ ഇപ്പോൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഒരു കർത്തൃദാസൻ കൺവെൻഷനിൽ നിരന്തരമായി ലാഭേച്ഛ കൂടാതെ, ഒരു പൈസ പോലും വാങ്ങാതെ അതിശക്തമായ ശുശ്രൂഷ, കുമ്പനാട് അടക്കം വചന ശുശ്രൂഷ നടത്തി വരുന്ന ദൈവദാസനെ അകറ്റി നിർത്താൻ വേണ്ടി വീണ്ടും OCI പ്രശ്നം മുന്നോട്ട് കൊണ്ടുവന്നു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ബ്രദറെ, 25 ലക്ഷം മുതൽ 50 ലക്ഷം വരെ കുമ്പനാട് പ്രസംഗിക്കാൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ വിദേശ രാജ്യത്തുണ്ട്. അവരെ ബോധപൂർവം എന്നെ ഒഴിവാക്കിയാൽ അവർക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ളതായ ലോട്ടറി അടിക്കുന്നത്. ഇതാണ് വാസ്തവം. ഇപ്പൊ എന്തു പറ്റി? ഒരു കൺവെൻഷനും OCI ഉള്ള നമ്മുടെ ബഹുഭൂരിപക്ഷം കർത്തൃദാസന്മാർക്ക് പ്രസംഗിക്കാൻ കഴിയുന്നില്ല. കൊട്ടാരക്കര മേഖലാ കൺവെൻഷന്, ഇത് നാളുകൾക്ക് മുന്നേ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇവിടെ വരുന്ന ആളുകൾ കൊട്ടാരക്കര മേഖലയിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് കർത്തൃദാസന്മാർ വിദേശ രാജ്യത്തുള്ളവരുണ്ട്, OCIക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ ഇത് ബാധിക്കും. സംഭവിച്ചത് എന്താ? ഇന്നലെ കൊട്ടാരക്കര മേഖലാ കൺവെൻഷനില് OCIക്കാരിലുള്ള ദൈവദാസൻ പ്രസംഗിച്ചില്ല. കാരണം 1.5 മണിക്കൂർ ഒരു പാപം നിന്ന് പ്രസംഗിച്ച അവസാനം കൊണ്ടെത്തിച്ചത് വകാ ബുദ്ധിമുട്ടിയും 20-30 മിനിറ്റിന് അരമണിക്കൂർ മുന്നേ നിർത്തുകയും ചെയ്തു. ഇന്നത്തെ ദിവസം അതേ സംഭവമാണ്. ഇന്നും അത്തരത്തിലുള്ള ദൈവദാസൻ, അമേരിക്കയിൽ നിന്ന് കടന്നു വന്ന ദൈവദാസൻ പ്രസംഗിക്കാതിരിക്കുകയും മറ്റു നാട്ടിലുള്ള ഒരു കർത്തൃദാസൻ പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കൊട്ടാരക്കര മേഖലാ കൺവെൻഷൻ ഉള്ളത്. അപ്പൊ ചുരുക്കത്തിൽ അദ്ദേഹത്തെ ഒന്ന് പണിയാൻ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിച്ച് അതെല്ലാം കൂടെ വീഡിയോ എടുത്ത് കൊടുക്കാമെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റി. അദ്ദേഹം ഇത് മനസ്സിലാക്കി തന്ത്രപരമായി അക്കാര്യത്തിൽ നിന്ന് സ്നേഹപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് കൊട്ടാരക്കര മേഖലാ കൺവെൻഷനിലെ മാമാങ്കത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.